ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ന്യൂ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രിപ്പ് വ്ളോഗാണ്. എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വഴിയുള്ള എല്ലാവരും ഉണ്ട്, കുടുംബശ്രീ ഒക്കെ വരെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്, അടിപൊളി ബസ്സാണ്. അപ്പോൾ രാവിലെ ഒരു 4 മണി 4:15 ആകുമ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നല്ല ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഞങ്ങൾ ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി. കാരണം രാവിലെ തന്നെ ഒരു എനർജി മൂഡാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡാൻസ് കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും വന്നിരുന്നു. പിന്നെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സർഗാലയ ക്രാഫ്റ്റ് വില്ലേജാണ്. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം 10 മണിയായിരുന്നു. നമ്മൾ നേരത്തെ എത്തി കേട്ടോ, അതൊക്കെ ഞാൻ ആ സമയത്ത് പറയാം. അപ്പോൾ ഒന്ന് വെളിച്ചമൊക്കെ ആയിട്ടുണ്ട്, ബസ്സിൽ കുറച്ച് വെളിച്ചമൊക്കെ കയറി. അങ്ങനെ നമുക്ക് ബോറടിച്ചപ്പോൾ പോക്കിമോൻ കളിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞങ്ങൾ പിള്ളേരെല്ലാവരും ബാക്ക് സീറ്റ് പിടിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങളതിനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ കുറച്ച് മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ലക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത് കഴിഞ്ഞപ്പോൾ നല്ല വെയിലും ഒക്കെ ആയി. വെച്ച് കഴിഞ്ഞാൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ബസ്. ഞാൻ രാവിലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ബസ്. അപ്പം ഞാൻ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, വെറുതെ നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ. അങ്ങനെ ഞാൻ ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ്, പിന്നെ വീഡിയോയിൽ കണ്ടപ്പോഴാണ് മനസ്സിലായി ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡെസ്റ്റിനേഷൻ കണ്ടെത്തി. അപ്പോൾ എല്ലാവർക്കും വലിയ ഇതില്ല, എന്നാലും നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കൊരു ഡെസ്റ്റിനേഷൻ കിട്ടിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ചപ്പാത്തിയും പിന്നെ എഗ് കറിയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പേര് നിന്നിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ 2 ചപ്പാത്തിയാണ്, ഒരു ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ട് കഴിക്കുമ്പോൾ അതൊരു വേറെ വൈബ് തന്നെയാണ്. ഗൈസ്, അപ്പോൾ ജസ്റ്റ് ലൈറ്റൊക്കെ ഇട്ട് ഓഫ് ചെയ്യാണ്, വെറുതെ ഗൈസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലോട്ട് എത്തി. പക്ഷെ അവിടെ സ്റ്റാർട്ട് ചെയ്യണത് 10 മണിക്കാണ്. പക്ഷെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കോഴിക്കോട് ബീച്ചിൽ പോവാന്ന്. പക്ഷേ അങ്ങനെ പ്ലാൻ ചെയ്ത് വരുമ്പോഴേക്കും 9:30 ആയി. അപ്പോൾ എന്തായാലും സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ പോസ്റ്റായിട്ട് നിന്നു.
ഗൈസ്, അപ്പോൾ നമ്മുടെ സർക്കാലയിലുള്ള ഇതാണ് ബാമ്പുവിൻ്റെ കുറേ സംഭവങ്ങളും അവിടെ ഇവിടെയൊക്കെ ഇത് തന്നെയാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോയും വീഡിയോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സംഭവങ്ങൾ വെച്ചിട്ട് പലതരം സാധനങ്ങൾ ഉണ്ടാക്കാനുള്ളതാണ്. അടിപൊളിയാണ് കേട്ടോ. പെബിൾസൊക്കെ വെച്ചിട്ട് ഓരോ സംഭവങ്ങൾ, പിന്നെ ബാഗ്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വേസ്റ്റായി കളയുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കുറേ സംഭവങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ പിന്നെ നമ്മുടെ പണ്ടത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്ത ഓരോ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഈ ഒരു വ്യൂ അടിപൊളിയാണ് കേട്ടോ. എന്താ പറയുക, കുറച്ച് വെള്ളം, പിന്നെ ഒരു എന്താ പറയുക, ഏൻഷ്യൻ ടൈംസിലൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി. നല്ല അടിപൊളിയായിട്ടുണ്ട് സംഭവം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ്. കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട് പ്ലാൻ ചെയ്തു എന്നൊക്കെ പറയണ പോലെ സഡനായിട്ട് എടുത്തൊരു ഡെസ്റ്റിനേഷനാണ് ബീച്ച്. അപ്പോൾ കോഴിക്കോട്ടിൽ വന്ന് കോഴിക്കോട് ബീച്ച് കണ്ടില്ലെങ്കിൽ ഒരു ഇതല്ലേ. അപ്പോൾ നമ്മളങ്ങനെ കോഴിക്കോട് ബീച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ അതൊന്നും മേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു കളിക്കാനൊക്കെ. അപ്പോൾ ജസ്റ്റ് കാലൊക്കെ നനച്ചു. അങ്ങനെ ഇനി നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഫുഡൊക്കെ കഴിക്കേണ്ടതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഗൈസ്, അൺഫോർച്ചുനേറ്റ്ലി അത് ഡിലീറ്റായിപ്പോയി. സോ ഞങ്ങൾ കഴിച്ചത് തലശ്ശേരി ബിരിയാണിയാണ്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഒരു സ്പെഷ്യൽ അച്ചാറുണ്ടായിരുന്നു, അതും അടിപൊളിയാണ്. ഇത് കറക്റ്റ് എനിക്ക് ഏത് അച്ചാറാണെന്ന് അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മാനാഞ്ചിറ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഇതിലാണ്. ലൈക്ക് അത് തൃശ്ശൂർ റൗണ്ട് എന്നൊക്കെ പറയണ പോലെ മാനാഞ്ചിറ സ്ക്വയർ, അതൊരു സ്ക്വയറാണ്. നമ്മൾ ബസ്സിനുള്ളിൽ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ മിനി ഊട്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അവിൽ മിൽക്ക് കുടിച്ചു. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. സ്ഥലം മീൻസ് മിനി ഊട്ടി തന്നെ ഓവറോൾ അടിപൊളിയാണ്. പക്ഷെ അതിലുള്ള കുറച്ച് സംഭവങ്ങളാണ്. കുറേ റൈഡ്സ് ഉണ്ട്, സ്കൈ ലൈനൊക്കെ പോലെ. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാനും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റണത് ഒരാൾക്ക് 230 അങ്ങോട്ടാണ്. അപ്പോൾ നമുക്ക് 6 സംഭവങ്ങളിൽ കയറാൻ വേണ്ടി പറ്റും. റൈഡ്സിന് എക്സ്ട്രാ ഫീസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇങ്ങനത്തേനൊക്കെ കയറാമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കാരണം ഇതൊന്നും ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ തുടക്കത്തിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് നടക്കുക അടിപൊളിയായിരുന്നു. എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ അവിടേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. പിന്നെ അത് ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കുറച്ചുകൂടി വലുതുമായിരുന്നു. പിന്നെ നെക്സ്റ്റ് ആയിട്ട് പെറ്റ്സ് പാർക്കാണ്. അതാണ് ഗൈസ്, ഇത് ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കണ്ടായിരുന്നത്. കാരണം നമുക്ക് കിളികളിലെയും അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ കയ്യിലൊക്കെ വയ്ക്കാം, കയ്യിലും തലയിലൊക്കെ വയ്ക്കാം. വലിയ വലിയ സാധനങ്ങളൊന്നുമല്ല, ജസ്റ്റ് നമുക്ക് പറ്റാവുന്ന ഇതൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഒരു അടിപൊളി ബേർഡാണ്. നല്ല രസമുണ്ട് ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കയ്യിൽ വെച്ചു, പിന്നെ തലയിലും വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസാണ്. പിന്നെ ഇതൊരു വലിയ ബേർഡാണ് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ജസ്റ്റ് ഫിഷിൻ്റെ ഒരു സംഭവമാണ്. പിന്നെ ഇത് കുറേ എമ്മു അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ നമുക്ക് കാണാനേ പറ്റുള്ളൂ. അങ്ങനെ അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ പുറത്തുള്ള ഒരു ഇതാണ്, ഒരു ബട്ടർഫ്ലൈ വെച്ച് നമുക്ക് അതിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇതാണ് കേട്ടോ. നല്ല രസമുണ്ട് വ്യൂ ഒക്കെ കാണാൻ. പിന്നെ മുകളിൽ കുറച്ച് പേര് വേറെ റൈഡിൽ കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അതിനൊക്കെ എക്സ്ട്രാ ഫീസ് ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് 6 ഇതിനും കൂടിയിട്ട് വളരെ ലോ റേറ്റാണ് വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ടണൽ അക്വേറിയത്തിൽ കയറി. അത് എന്താ പറയുക,
വീഡിയോ കുറവായിരുന്നു. പിന്നെ നമ്മൾ ഹൊറർ ഹൗസ് ഗൈസ്, കേരളത്തിലെ ഏറ്റവും വലിയ ഹൊറർ ഹൗസാണ് നണയിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഓൾറെഡി ഫസ്റ്റ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് 5 പേർക്കാണ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം കയറണം എന്നൊക്കെ. അങ്ങനെ ഞാൻ ആദ്യം കയറി ഗൈസ്. അപ്പോൾ ഞാനാണ് ആദ്യം നിന്നുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീഡിയോ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അത് കാണാമല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ. ഗൈസ് ദാറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. കാരണം അത് അടിപൊളിയായിരുന്നു. നമുക്ക് കുറേ ഗോസ്റ്റിനെയും ഒക്കെ കാണാൻ പറ്റി. കുറേ പേര് ഓടിയിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് നമ്മൾ മിസ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞ സംഭവമാണ് ഏറ്റവും ടോപ്പിലുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പൊക്കെ കയറി വേണം പോകാൻ വേണ്ടിയിട്ട്. ഏറ്റവും ടോപ്പിലാണ്. നമുക്ക് അടിപൊളിയായിട്ട് ഫുൾ വ്യൂ, മിനിയൂട്ടി ഫുൾ വ്യൂ കാണാൻ വേണ്ടി പറ്റും ആ മിസ്റ്റി ലാൻഡിൽ. അപ്പോൾ അവിടെ ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ മിസ്റ്റി ലാൻഡ്. വ്യൂ ഒക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. ഗൈസ് പിന്നെ ഇവിടെ തന്നെ ഒരു പാർക്കിൻ്റെ ഒരു ഇതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കാനും പിന്നെ കാറൊക്കെ ഇതാക്കണതില്ലേ, കാർ ഫൈറ്റ് പോലത്തെ അതുണ്ട്. പിന്നെ ബോട്ടിംഗ് ഉണ്ട് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈനാപ്പിൾ, എന്താ പറയുക, സോൾട്ടും പെപ്പറും പിന്നെ മുളക് പൊടി ഇട്ടുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതും കൂടി കഴിച്ചു. പിന്നെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു മിനിയൂട്ടി. പിന്നെ നമ്മൾ ബസ്സിൽ കയറി. രാവിലെ അങ്ങനെ നമുക്കൊന്നും കളിക്കാനൊന്നും പറ്റിയില്ല, കുറച്ചൊക്കെ കളിച്ചു. അതൊക്കെ നമ്മൾ രാത്രി അതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി ഫുൾ ലൈറ്റൊക്കെ വെച്ചിട്ട്
ഇവിടെ അതാ അമ്മ രണ്ടു വാക്ക് ആ കറക്റ്റ്. ഗൈസ് എനിക്ക് ഇത്രയാണ് ഡാൻസിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിന് നമ്മളിങ്ങനെ മുഴുകിപ്പോയി, അപ്പോൾ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളൊരു ഹോട്ടലിലേക്ക് കയറി, എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും പിന്നെ ചിക്കൻ കറി ആയിരുന്നു. നല്ല അടിപൊളി തന്നെയായിരുന്നു. പിന്നെ ഒരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു. പിന്നെ ഈ ഒരു മിഠായും. ഇന്ന് ഗൈസ് നമ്മൾ കുറേ തണുത്തത് കുടിച്ചു, പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു ഉച്ചയ്ക്ക്, പിന്നെ ലൈം കുടിച്ചു, പിന്നെ അവിൽ മിൽക്ക് കുടിച്ചു, കുറേ കാര്യങ്ങൾ കഴിച്ചു. അങ്ങനെ നമ്മൾ ടൂർ അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു മൂകതയിലിരിക്കുകയാണ്. ഞാനൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ പേര് ഉറങ്ങി, കുറച്ച് പേരിങ്ങനെ സംസാരിച്ചൊക്കെ ഇങ്ങനെ നിൽക്കായിരുന്നു. അങ്ങനെ നമ്മുടെ നമ്മുടെ ഇതിൻ്റെ പേര് ഹവണാവർ റോഡ് സെക്കൻഡ് സ്ട്രീറ്റ് എന്നാണ്. അപ്പോൾ അവിടെ എത്താറായിട്ടുണ്ട്. സോ ഗൈസ് നമ്മൾ റിയലായിട്ട് മിസ് ചെയ്യും ഒരു ടൂറ്. കാരണം ഇനി അടുത്ത ടൂറിനുള്ളൊരു ഇതാണ്. എന്നാൽ കൂടി ഈ ഒരു ടൂർ അടിപൊളിയായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, 2 വട്ടം പോയിട്ടുണ്ട്. ഇത് 3ാമത്തെ വട്ടമാണ്. അങ്ങനെ ബസ്സൊക്കെ മിസ് ചെയ്യും. കാരണം ഈ ബസ്സിൽ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ഇവിടെയായിരുന്നു. അങ്ങനെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. ബ്ലാക്ക് പേൾ എന്നാണ് ബസ്സിൻ്റെ പേര് കേട്ടോ. അങ്ങനെ ടൂർ കഴിഞ്ഞപ്പോൾ ഒരു മിസ്സിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര എൻജോയബിളായിരുന്നു, അടിപൊളിയായിരുന്നു ടൂറ്. അപ്പോൾ ഇനി നമ്മൾ ടൂറൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിനി നടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ടൂറ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ. അപ്പോൾ മിക്ക വീഡിയോകളിലും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ബൈ.